ഇതെന്താണല്ലേ ഇത് വെറും കടുവറുത്തത് കാണിക്കുമല്ല, ഇതാണ് അസ്ത്രം. എനിക്കൊരു കാച്ചിൽ കിട്ടി, അപ്പം ഞാനത് അസ്ത്രം ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഇതാ നോക്കാം, ഞാനിവിടെ ഇല്ല, എൻ്റെ ഈ പറമ്പിൽ ഒരു ചെടി, ഒരു വള്ളി ഇങ്ങനെ പടർന്ന് കയറി ആ പേര് ചക്ക, പ്ലാവും മാവും ഒക്കെ ഇങ്ങനെ പടർന്ന് കയറുന്നുണ്ട്. ഹസ്ബൻഡ് പറഞ്ഞത് വലിച്ച് പറിച്ച് കളയാം, അതൊന്നും വളരുന്നില്ല. അപ്പം ഞാനൊരു ദിവസം പണിക്കാരൻ വന്നപ്പോൾ അത് വലിച്ച് പറിച്ച് കളയാൻ പറഞ്ഞു. അപ്പോഴേ അത് വലിച്ച് പറിച്ച് കളഞ്ഞിട്ട് എന്നെ വിളിച്ചു, മാഡം അതിൻ്റെ ചോട്ടിൽ ഇത്ര വലിയൊരു സ്ഥലത്തുണ്ട്, ഒരു വലിയ കാഴ്ച. ഞാനത് തിരുവാതിരപ്പള്ളിയിൽ നോക്കി ചെറിയ കാഴ്ച വാങ്ങിച്ചിട്ട് ആളാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ അസ്ത്രം ഉണ്ടാക്കാൻ ആരംഭിച്ചു. പോകുന്ന വഴി ഞാനൊരു കരിവേപ്പിൻ്റെ കൂടെ എടുത്തിട്ട്, കരിവേപ്പിൻ്റെ തണ്ടും കൂടെ എടുത്തിട്ട് വാങ്ങി തരുന്നു. ഇപ്പം ഭയങ്കര സന്തോഷമാണ് കരിവേപ്പൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ. അപ്പം ഇതാണ് കാച്ചിൽ. കാച്ചിലിന് ഇംഗ്ലീഷിലെ പേരാണ് പർപ്പിൾ. അപ്പോൾ ഈ കാച്ചിൽ ഇപ്പം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര കോസ്റ്റ്ലിയുമാണ്. അപ്പം ഞാൻ ദാണ്ട് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് ഈ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ അസ്ത്രമില്ലേ, പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പൊതു സ്ഥലങ്ങളിൽ സദ്യക്കൊക്കെ വേറെ രീതിയിലാണ്. എന്താണെങ്കിലും കുക്കറിനകത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിനകത്ത് കിട്ടും. അപ്പം ഞാൻ പറയാൻ വന്നത്, പല ആൾക്കാരും പല രീതിയിലാണ്. സദ്യ സ്ഥലത്ത് വേറെ. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി അങ്ങോട്ട് ഇട്ടു. കുക്കറിലാണ്. കാച്ചിലിന് അധികം വേവില്ല എങ്കിലും അസ്ത്രം വെക്കുമ്പോൾ കുറച്ച് ഉടഞ്ഞ് കിട്ടട്ടെ, അത് കാരണം നമ്മൾ കുക്കർ വെക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ശരീരത്തിന് കലത്തിലും ഒക്കെ വെക്കാറുണ്ട് ആൾക്കാർ, അത് ഓരോരുത്തരുടെ ഇഷ്ടം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ അങ്ങോട്ട് ഇട്ടു. അപ്പം 3 കൂട്ടം ഇട്ട്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് 3ഉം കൂടെ ഇട്ടിട്ട് നമുക്ക് ഇപ്പം കുക്കർ അടച്ച് അങ്ങോട്ട് ഒരു വിസിൽ വെക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണമല്ലോ, മസാല എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വരണം. അപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിൻ്റെ തൊട്ട് നിരക്ക് വരണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുത്തിയാൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. എപ്പോഴും അസ്ത്രത്തിന് നല്ലത് പച്ച തേങ്ങയാണ്, ഉണങ്ങി വരണ്ട തേങ്ങയ്ക്ക് രസമാണ്. പച്ച തേങ്ങ എടുത്തു, തേങ്ങ എടുത്തു, തേങ്ങയുടെ വലിപ്പം അനുസരിച്ച് കുറച്ച് ജീരകം ഇട്ടു. കുറച്ച് ജീരകം ഇട്ട ശേഷം പിന്നെ വേണ്ടത് വെളുത്തുള്ളി. അപ്പം പൊതുവെ എൻ്റെ ഗ്രാൻഡ്മദർ പണ്ടേ പറഞ്ഞ ഒരു കാര്യം, പുളിയില്ലാത്ത കറിക്ക് വെളുത്തുള്ളി, പുളിയുള്ള കറിക്ക് ചുമന്നുള്ളിയാണ് കഴിക്കുന്നത് പറഞ്ഞു. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ അത് ഓർത്തിരിക്കുന്നത്. കുക്കർ ഒരു വിസിൽ വന്ന് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കും. പിന്നെ 3 പച്ചമുളക് ഇട്ടു, 3 കഷ്ണം ചെറിയ വെളുത്തുള്ളിയും ഇട്ട് നമ്മൾക്കിനി ഇതൊന്ന് അരച്ചെടുക്കുക. അധികം അരയണ്ട, ഒരു മീഡിയം സൈസിൽ അരഞ്ഞാൽ മതി. കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട്, സാമ്പാർ ഉള്ളി എന്നാണ് ചെറിയ ഉള്ളിക്ക് പറയുന്നത്, അത് നല്ലതുപോലെ ഒന്ന് അരിഞ്ഞു വെക്കുക. നമുക്ക് കടുക് വറുക്കാൻ വേണ്ടി അസ്ത്രത്തിന് ചെറിയ ഉള്ളി ഇട്ട് കടുക് വറുക്കുന്നതാണ് ടേസ്റ്റ്. നമ്മുടെ കുക്കർ തണുത്ത് നല്ലതുപോലെ ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ നോക്കിയിട്ട് ഇനി ഒരു നല്ല തവി എടുത്ത് നല്ലതുപോലെ ഉടഞ്ഞു, അതിൻ്റെ വസ്ത്രം കുറച്ച് ഉടഞ്ഞാലല്ലേ കൊള്ളാം. ഒരുപാട് ഉടച്ച് വറുക്കാം. മീഡിയം സൈസിൽ കുറച്ച് കഷ്ണങ്ങളെ കിടന്നാൽ ടേസ്റ്റ്. എനിക്കൊരാൾ വന്ന കാരണം കുറച്ച് ബ്രേക്ക് ആയിട്ട് ഇതങ്ങനെ തേങ്ങ അരച്ചതാണ്. അപ്പം ഇത്രയും അറിയാൻ പാടുള്ളൂ, ഒരുപാട് തേങ്ങ ചെയ്യില്ല. നമ്മൾ പരിപ്പിനൊക്കെ അറിയില്ല, ഇപ്പോഴാണെന്നറിയില്ല, എന്നാലും ആദ്യം അറിയാൻ പാടില്ല. എന്നിട്ട് ഇതായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. വെള്ളം ആദ്യം വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു, അതിപ്പോൾ ഇതിനകത്ത് തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടാകും. അത് കാരണം ആദ്യം വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഇല്ലെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഞാൻ മിക്സി ഒന്നും അതുകൊണ്ട് കഴുകി എടുക്കുന്നില്ല. മിക്സിയിലുള്ളതൊക്കെ കൈകൊണ്ട് തന്നെ ഇങ്ങോട്ട് എടുത്തിടുകയാണ്. എന്നിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി എടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് കടുക് വറുക്കുന്ന പരിപാടി. എപ്പോഴും കടുക് വറുക്കുന്നത് കാണിക്കുന്ന ബോറല്ലേ, അത് കാരണം വെളിച്ചെണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക്, കുറച്ച് ചുമന്നുള്ളി, മുളക്, കരിവേപ്പില ഇത്രയും ഇട്ട് നല്ല പെട്ടെന്നായിട്ട് കടുക് വറുത്ത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് അതിന് കുറച്ച് നേരം ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക. കഴിക്കാൻ നേരം ആകുമ്പോൾ നമ്മൾ കടുക് വറുത്തത് മിക്സ് ചെയ്തിട്ട് നമുക്ക് സർവിങ് ബൗളിലോട്ട് മാറ്റും.
അപ്പൊ എല്ലാവർക്കും എന്നെ ഡിഷ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പൊ ചാനൽ ഹൈപ്പും ചെയ്യും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ലൈക്ക് ആൻഡ് ബെൽ സിമ്പൽ അതേ പ്രസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ അടുത്ത ഡിഷ് ഞാനിടുമ്പോൾ നിങ്ങൾക്ക് അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം താങ്ക് യു, ബൈ, സീ യു.